മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഏത്തപ്പഴം ഒഴികെ ബാക്കി ഏത് പഴം ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാം. കുറച്ച് മൈദയും പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ ഒരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പലഹാരമാണ്. നല്ല മധുരവുമുള്ള ഒരു പലഹാരമാണ്. പിന്നെ മധുരത്തിൻ്റെ അളവ് മാത്രം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഒരു നല്ല ആവശ്യത്തിന് മധുരമുള്ള രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പഴം ബോണ്ട തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചിങ്ങമ്പഴം എന്ന് പറയും, ഇവിടെ ചില സ്ഥലങ്ങളിൽ റോബസ്റ്റ എന്ന് പറയും. അത് നന്നായിട്ട് പഴുത്ത പഴം എടുക്കുക. തൊലിയൊക്കെ കറുത്ത് തുടങ്ങിയ പഴം എടുക്കുക കേട്ടോ. പഴുക്കാതെ പഴം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ആവില്ല. കുറച്ചുകൂടി തൊലി കറുത്ത പഴമാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഇതുപോലെ തന്നെ പാളയംകോടൻ പഴം എടുത്താലും കുഴപ്പമില്ല, അതുപോലെ തന്നെ ഞാലിപ്പൂവൻ പഴം എടുത്താലും കുഴപ്പമില്ല. ഏതാണെങ്കിലും നന്നായിട്ട് തൊലി കറുത്ത് തുടങ്ങിയ പഴം എടുക്കുക. ഏത്തപ്പഴം എടുത്താൽ പെർഫെക്റ്റ് ആവില്ല. ഏത്തപ്പഴം ഒഴിച്ച് നമുക്ക് ബാക്കി അവൈലബിൾ ആകുന്ന ഏത് പഴം ഉപയോഗിച്ചിട്ടും ചെയ്യാം. പിന്നെ 3 ടീസ്പൂൺ മുതൽ 4 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച്. ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്കയാണെങ്കിൽ 3 എണ്ണം, ഏലക്ക പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ. ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മിക്സിയുടെ ഒരു വലിയ ജാർ എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ പഴുത്ത പഴം ഉണ്ടല്ലോ അതൊന്ന് ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ പീസുകളാക്കിയിട്ട് ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അരച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഈ ഒരു സെയിം സ്നാക്ക് തന്നെ നമുക്ക് ഗോതമ്പ് പൊടിയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടിയിൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പഴം കൂടുതൽ ചേർക്കേണ്ടി വരും. പഴത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തേണ്ടി വരും. അപ്പോൾ ഞാൻ പഴം മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക. അപ്പോൾ ഞാൻ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പഴവും ഏലക്കയും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടണം. ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ഓപ്ഷനിലാണ്. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ. ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, താല്പര്യമില്ലെങ്കിൽ ചേർക്കേണ്ട. ചേർത്താൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ പൊങ്ങി കിട്ടുകയും ചെയ്യും നമ്മുടെ പഴം ബോണ്ട. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാനിപ്പോൾ മൈദപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. വെള്ളം ചേർക്കാതെ കുറച്ചായിട്ട് മൈദപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മിക്സിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ പഴത്തിൻ്റെ ആ ഒരു നനവ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. പിന്നെ പൊടിയുടെ അളവെന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പഴം എത്രത്തോളം പഞ്ചസാര ചേർത്ത് അടിക്കുമ്പോൾ വെള്ളം പോലെ ആയി കിട്ടുന്നു അതനുസരിച്ച് നമുക്ക് പൊടിയുടെ അളവിൽ ചെറിയ വ്യത്യാസം വരാം. ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ട് കാണിച്ചു തരാം ഏതൊരു പാകത്തിലാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളതെന്നുള്ളത്. ഇതാ നമ്മൾ നമ്മുടെ മൈദപ്പൊടി ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടെ അയഞ്ഞൊരു പാകത്തിൽ കുഴച്ചെടുക്കുക കേട്ടോ. അതുണ്ടോ, ചപ്പാത്തി മാവ് പോലെയല്ല, കുറച്ചുകൂടി ലൂസായിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇത് തന്നെ നമുക്ക് ശർക്കര പാനി ഒഴിച്ചിട്ടും ചെയ്യാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. കുഴച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ നമ്മുടെ ബോണ്ട എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ കൈ ഒന്ന് നനച്ചിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ കൈ ഒന്ന് നനച്ചിട്ട് ചെറിയ ബോൾസ് ആക്കി ഇട്ട് കൊടുക്കുക. വലിയ ബോൾസ് ആക്കിയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇൻസൈഡ് കുക്കാവില്ല. അതുകൊണ്ടാണ് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊടി കുഴയ്ക്കുമ്പോൾ വല്ലാതെ ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇളം ചൂടുവെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. വല്ലാതെ പഴമൊക്കെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ടൈറ്റ് ആയി പോയി എന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ചേർക്കരുതെന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈറ്റ് ആയി പോയി എന്നുണ്ടെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ ഉരുട്ടി ഒരു 4-5 എണ്ണം ഒരു സമയത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. ഒരുപാട് എണ്ണം ഒരുമിച്ചിട്ട് കൊടുക്കരുത്. അതുപോലെ തന്നെ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഇല്ലെങ്കിൽ പുറം ഭാഗം കരിഞ്ഞു പോവും, ഇൻസൈഡ് കുക്കാവുമില്ല. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്ത് കളറൊക്കെ മാറി കഴിയുമ്പോൾ ഏത് കളറിലാണ് നമ്മൾ എടുക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം എണ്ണയിലേക്ക് ഇട്ട പഴം ബോണ്ട റെഡി ആയി കഴിഞ്ഞു. ഈ ഒരു കളറാകുമ്പോൾ നിങ്ങൾ എണ്ണയിൽ നിന്ന് എടുക്കുക. അപ്പോൾ വളരെ ഈസി അല്ലേ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ. 1-2 പഴവും കുറച്ച് മൈദപ്പൊടിയും പഞ്ചസാരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കുഴച്ച് വയ്ക്കുന്ന പോലെ കുഴച്ച് വെച്ച് റെഡിയാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ എല്ലാം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു 8-9 എണ്ണം ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതൽ ഉണ്ടാവില്ല. പിന്നെ ചെറിയ തീയിൽ വയ്ക്കാൻ ഓർക്കണം, ഇല്ലെങ്കിൽ ഇൻസൈഡ് കുക്കാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം എണ്ണയിലേക്ക് ഇട്ട വലിപ്പമല്ല ഇപ്പോൾ
വലിപ്പം കൂടിയിട്ടുണ്ട്. അതാണ് നമ്മളൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാമെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി കംപ്ലീറ്റ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം ബോണ്ടയെല്ലാം ഇതാ റെഡി ആയി കഴിഞ്ഞു. ഈ ഒരു അളവിലെടുക്കുകയാണെങ്കിൽ 9 എണ്ണത്തിനുള്ള അളവാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും അടുത്ത ദിവസം കാണാം.